നിധി. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നയന ഇങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ്. ഈ സമയത്ത് ആദർശ് നോക്കുമ്പോൾ മുത്തശ്ശൻ അരികിലുണ്ടല്ലോ. എങ്ങനെയെങ്കിലും രാവിലെ മുത്തശ്ശനൊന്ന് എനർജറ്റിക് ആക്കണം. അതിനു വേണ്ടിയിട്ട് ആദർശ് നയനോട് പറയാണ്, നയന നീ ഇങ്ങ് വാ, എന്റെ അടുത്ത് വന്ന് ഇരിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും കഴിച്ചുകൊണ്ടെന്ന് ദേവയാനി അങ്ങ് ഷോക്കായി നിൽക്കാണ് കേട്ടോ. അങ്ങനെ വേണ്ട ആദർശേട്ടാ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയുമ്പോ സാരല്ല നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് നയന അടുത്തിരുത്തുന്നുണ്ട് കേട്ടോ. ശേഷം നയനയ്ക്ക് ആദർശ് വിളമ്പി കൊടുക്കാണ്. ആദർശേട്ടാ മതി മതി, ഞാൻ വിളമ്പിക്കോളാം. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭാര്യയല്ലേ എപ്പോഴും ഭർത്താവിന് വിളമ്പി കൊടുക്കാറ്, ഒരിക്കൽ ഭർത്താവ് ഭാര്യയ്ക്ക് വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ദേവ്യാനി ആണെങ്കിലോ അങ്ങ് നയനയെ ഇടിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവിടെ അങ്ങനെ ഇരിക്കാണ് കേട്ടോ. അങ്ങനെ നയന ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ദേവ്യാനാണ് നോക്കുന്നത്. ദേവ്യാനാണെങ്കിലോ നയന ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവ്യാനയുടെ നോട്ടത്തിൽ തന്നെ നയനയുടെ ഒഴുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ നയന ഇരിക്കുമ്പോ എന്താ നയന ഇത്, വയറു നിറച്ച് ആഹാരം കഴിക്ക് എന്ന് ആദർശ് പറയുമ്പോ ഞാൻ കഴിച്ചോളാം ആദർശേട്ടാ, എനിക്ക് നല്ല വിശപ്പില്ല എന്ന് പറയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ കുറച്ചുകൂടെ കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് വീണ്ടും കറി ഒഴിച്ചു കൊടുക്കുമ്പോൾ മതി ആദർശേട്ടാ എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും ദേവേനെ നയനെ നോക്കുമ്പോൾ ദേവേനയുടെ തുറച്ചുള്ള നോട്ടം കണ്ടിട്ട് നയനയ്ക്ക് പെട്ടെന്ന് ഇക്ലു പോലെ വരികയാണ് കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധിച്ച് കഴിക്കണ്ടേ നയന എന്നും പറഞ്ഞിട്ട് വെള്ളം എടുത്തൊഴിച്ച് അത് നയനയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് കേട്ടോ ആദർശ്. അപ്പോഴേക്കും നയന വെള്ളം കുടിക്കുന്നു. എന്നിട്ട് തലയിലൊക്കെ തട്ടിക്കൊടുത്തിട്ട് ശ്രദ്ധിച്ച് കഴിക്കുന്ന നയന എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദർശിനറിയാം ഈ സമയത്തൊക്കെ ദേവേനയുടെ ഭാവം എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആദർശ് ദേവേനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിക്കുകയാണ്. കാരണം ഇപ്പൊ എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്റെ മുത്തശ്ശന്റെ ജീവനാണ്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേന് അമ്മയെ മറന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ ആദർശ് മനസ്സിൽ കരുതുന്നു. ഇതേ സമയത്ത് ജലജ ദേവനോട് പതിയെ പറയാണ്, എങ്ങനെയുണ്ട് ഏട്ടത്തി, ഞാൻ പറഞ്ഞതിലെ വല്ല മാറ്റം ഉണ്ടോ? ഏടത്തിലെ മോന്റെ മാറ്റം കണ്ടില്ലേ? ഒന്നും മിണ്ടാതിരിക്കും ജലജ എന്നിങ്ങനെ ദേവേനി പറയുന്നുണ്ട്. ദേവേനി കഴിക്കാതെ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് നവിക്കും അങ്ങോട്ടൊന്നും സുഖിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ജാനകിയൊക്കെ പറയാണ്, എന്നും നിങ്ങളുടെ സ്നേഹം ഇതുപോലെ തന്നെ കണ്ടാൽ മതിയായിരുന്നു, അതാ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്ന് അവരും പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയന ആഹാരം പെട്ടെന്ന് കഴിച്ചെടുത്തിട്ട് മതി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും നയനയുടെ സാരിയുടെ നൂലുണ്ടല്ലോ ആദർശിന്റെ കൈവിരലുടക്കുന്നു. അങ്ങനെ പെട്ടെന്ന് നയന ഓർക്കുകയാണ് ആദർശ് പിടിച്ച് വലിക്കുകയാണെന്ന്. അയ്യോ ആദർശേട്ടാ എന്ന് പറഞ്ഞ് നയന തിരിയുമ്പോഴേക്കുമാണ് കാണുന്നത് ആദർശിന്റെ വിരലില് ആ ഒരു നൂല് ചുറ്റിക്കിടക്കുന്നത്. നയന അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഓഹോ ആദർശേ, നയനയുടെ സാരിയും നയനയും അടുത്തില്ലാതെ നിനക്ക് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ വയ്യാണ്ടായെന്നല്ലേ? ഇത്രയും സ്നേഹമൊക്കെ ഉള്ളി ഒളിപ്പിച്ചിട്ട് ഇപ്പോഴാണോ പുറത്താക്കുന്നത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ആദർശ് നിൽക്ക് നയന ധൃതി വെക്കാതെ ഞാൻ ഒന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ആ കുരുങ്ങിയ നൂല് എടുത്തു വിടുകയാണ്. നയന ആ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പം ദേവയാനി ആ ചോറെല്ലാം കൂടെ വാരി വെതറി എറിയുന്നൊരു സീനില് അത്രയ്ക്കും കട്ട് കലിപ്പിലോട് ഇരിക്കുന്നുണ്ട് നയന പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി പോവാണ്. എനിക്ക് ആകെപ്പാടെ അങ്ങ് വല്ലാണ്ട് വരികയാണ് കേട്ടോ ദേവേണ്ട ആ ഒരു റിയാക്ഷൻ ഒക്കെ കണ്ടിട്ട്. എന്നാൽ ആദർശ് കുനിഞ്ഞു തല നൂരാതെ അവിടെ തന്നെ അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുന്നു. ഈ സമയത്ത് നവ്യാണെങ്കിലോ വിഷമിച്ചൊരു സ്ഥലത്തിരിക്കുന്ന കണ്ടിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ നവ്യ മോളെ, എന്താ ഇപ്പൊ ഈ രാത്രിയിൽ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? മുത്തശ്ശി, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നുമില്ല. ശരിക്കും ഞാനല്ലേ അവിടെ ചേച്ചി, പക്ഷെ അവള് മൂത്ത മരുമകളായിട്ട് കയറി വന്നോണ്ട് തന്നെ അവളോട് എല്ലാവർക്കും സ്നേഹം, എന്നെ ആരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാനൊരു ഗർഭിണിയായിട്ട് പോലും ആർക്കും എന്നോടൊരു കെയറിങ് ഒന്നുമില്ല. ഞാനൊരാളുടെ ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാ സ്ഥാനവും അവക്കല്ലേ കൊടുക്കുന്നത്. അത് കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി, ഞാനും ഈ വീടിന്റെ മരുമകളല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോളെ ഈ വീട്ടിലെ 2 മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ 2 നെടുന്തൂണുകളാ. അതിലൊരാൾക്ക് കുശുമ്പോ അസൂയ ഉണ്ടായാൽ പോലും ഈ വീടിന്റെ അടുത്തൊരളകും. അതുകൊണ്ട് എന്റെ മോളുടെ മനസ്സില് കുശുമ്പോ അസൂയ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്റെ മോളിപ്പം വയറിൽ മറ്റൊരാളെ കൂടി ചുമന്ന് നടക്കാണ്. മോളുടെ മനസ്സും ശരീരവും ഒക്കെ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ ആ കുഞ്ഞിന് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്റെ മോള് ഒട്ടും സങ്കടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. അടുത്ത് തന്നെ ഒരു പൂജ വരുന്നുണ്ട്, ആ പൂജ മോള് തന്നെ ചെയ്യണം. ആണോ മുത്തശ്ശി, സത്യമാണോ പറഞ്ഞു ചോദിക്കുമ്പോൾ സത്യമാണ് മുത്തശ്ശി പറഞ്ഞത്, അത് മോള് തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നവ്യെന്ന് കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നയന റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ മുത്തശ്ശിയും ജാനകിയും കൂടെ തടഞ്ഞു നിർത്താണ്. എന്താ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ കയ്യിലുള്ള പാല് കൊടുത്തിട്ട് ദാ ഇതും കൊണ്ട് മുറിയിലേക്ക് പോകുന്നു പറയുമ്പോൾ ഇതെന്തിനാ മുത്തശ്ശി പാലുമായിട്ട് മുറിയിലേക്ക്? അതെല്ലാം ഈ വയസ്സാം കാലത്ത് ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ജാനകി പുറകെ കൂടെ വന്നിട്ട് കുറച്ച് മുല്ലപ്പൂ എടുത്ത് നയനയുടെ തലയിൽ കൊളുത്തി കൊടുത്തിട്ട് പറയാണ്,
അതെ, നീ നിന്റെ ഭർത്താവിന്റെ മുറിയിലേക്ക് പോകുമ്പം ഈ മുല്ലപ്പൂ വാസന ആകെ പാടെ പരക്കണം. എന്താ ചെറിയമ്മ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പം, അത് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞു തരണോ? നിങ്ങളിപ്പോ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ അത് നിങ്ങളുടെ റൂമാകെ ഈ മുല്ലപ്പൂവിന്റെ മണം പരക്കണം. ഈ പാല് നീ കൊണ്ട് അവന് കൊടുക്കണം. ഇന്നാണ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. ഇന്ന് നിങ്ങളത് ആഘോഷിക്കണം. അപ്പോഴേക്കും അനിയോട് എന്നിട്ട് ചോദിക്കുകയാണ്, അതെ, കല്യാണം കഴിഞ്ഞ രാത്രിയില് ഇങ്ങനെയുള്ള സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷമുള്ള സീൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് അനി പറയുമ്പോ ജാനകി പറയാണ്, അതെ, ഈ വീട്ടിലെ നിയമം അതൊക്കെ, നീ കേറി പോടാകത്ത് എന്നും പറഞ്ഞിട്ട് അനിയെ ഓടിച്ചുവിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശാണെങ്കിലോ മുറിയിൽ പോയിട്ട് സ്വയമേ പഴിചാരി കുറ്റപ്പെടുത്തി അവിടെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. എന്റെ ടൈം ഒട്ടും ശരിയല്ല. എന്ത് കഷ്ടാണിത്. അമ്മയുടെ മുഖത്തൊന്ന് നൂറ് നോക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഈ ചെറിയൊരു നോട്ടത്തില് അമ്മ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലാന്നും അമ്മ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ചെയ്യാനാ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ? ഈ സമയത്ത് ഈ വഴിയല്ലാതെ ഞാൻ ഒന്നും കാണുന്നില്ല. എന്റെ ഈശ്വര, രണ്ടു മേത്തൊരു അവസ്ഥയിലായല്ലോ ഞാൻ, ചെകുത്താന്റെ കടലിൽ നടുവിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തോണ്ട് നിൽക്കാണ്. ഈ സമയത്ത് നയന മുറിയിലേക്ക് പാൽ ഗ്ലാസുമായിട്ട് കയറിയിരുന്ന് കാണുമ്പോൾ ആദർശ് ചോദിക്കാണ്, ഇതെന്താ പതിവില്ലാതെ പാലും മുല്ലപ്പൂ ഒക്കെ റൂമിലേക്ക്? അപ്പം നയന ചോദിക്കാണ്, ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യ പാലും മുല്ലപ്പൂ ഒക്കെ കയറി വരുമ്പോ എന്തിനാണെന്ന് പ്രത്യേകം ചോദിക്കണോ? ഞാനത് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ നയനോട് നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് അതിനൊക്കെ കുറച്ച് സമയം വേണമെന്ന്, പിന്നെ നിങ്ങൾ എടുത്തിയാലോ എന്ന്, ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോ നയ പറയാണ്, അതെ, ഞാൻ അതിനു വേണ്ടിട്ട് വന്നൊന്നുമല്ല. എന്റെ മുത്തശ്ശി പാൽ ഗ്ലാസ് തന്നിട്ട് ചെറിയ മുല്ലപ്പൂ ചുടുത്തുന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് എന്നോട് അവര് പറഞ്ഞതാ. ഞാൻ അത് പറഞ്ഞൊന്നും ഇത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതാ, കുടിക്കുന്നെങ്കിൽ കുടിക്കാം, ഞാൻ പോയി കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നയനെ പോകുമ്പോഴേക്കും, വേണ്ട വേണ്ട, ഞാൻ കുടിക്കുന്നില്ല. എന്നിട്ട് ആദ്യം മനസ്സിൽ കരുതുകയാണ്, അന്ന് പാല് കുടിച്ചോണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി നീതിരെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പം നയന, ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ആ പാല് പകുതി നയനെ കുടിച്ചിട്ട്, ദാ ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, നിന്റെ എച്ചിലൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഓ, അങ്ങനെയൊക്കെ ആയില്ലേ ഇപ്പം. ചില സമയത്ത് ഭയങ്കര സ്നേഹം, ചില സമയത്ത് എന്റെ വെറുപ്പ്, ഇതിലേതാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല ആദർശിട്ടാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നയന താഴയിലും പോയി കിടക്കുന്നുണ്ട്, ആദർശ് കട്ടിലും പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ആ സീൻ അവിടെ വെച്ച് കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്ന നന്ദു, പിന്നെ കാണുന്ന അനീനാണ് കേട്ടോ. അവന് മനസ്സിൽ കരുതാണ്, ഈശ്വര, എന്നെ അവൾക്ക് ഇഷ്ടമായിരിക്കോ അനാമികയ്ക്ക്? ഇതേ സമയത്ത് അനാമികയാണെങ്കിലോ അനിയുടെ ഫോട്ടോ വെച്ച് നോക്കിയിട്ട്, എന്തായാലും ഇന്ന് എനിക്ക് അവനോട് പ്രണയം തുറന്നു പറയണം, അല്ലെങ്കിൽ അവനെ ആരെല്ലാം കൊത്തിക്കൊണ്ടു പോകും എന്ന് മനസ്സിൽ കരുതുന്നു. ഇതേ സമയത്ത് നന്ദു കൂർക്കം വലിച്ചിരുന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പൊ അനി ആലോചിക്കുകയാണ് അവളോട് പറയാൻ വേണ്ടിട്ട് നന്ദുവിനെ എങ്ങനെയും വിളിക്കാം, എന്നിട്ട് എന്താ അവളോട് പറയേണ്ടതെന്ന് അവളോട് ചോദിക്കാമെന്നും പറഞ്ഞിട്ട് അനി നന്ദുവിനെ വിളിക്കാണ്. ഈ സമയത്ത് നന്ദു നല്ല ഉറക്കമായിരിക്കും. കുറെ തവണ കട്ടാക്കി വിട്ടെങ്കിലും ആ ശല്യം സഹിക്കാതെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. എന്താണ് ഈ പാതിരാത്രിയിൽ ചോദിച്ച് ദേഷ്യം പിടിക്കുമ്പോ, എടി, എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞമായിരുന്നു, അത് അനാമിക എന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ കോള് അവന്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. എടേ, ഞാൻ ഇപ്പൊ വിളിക്കാം, 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനാമികയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഇതേ സമയത്തിന് നന്ദു, പാതിരാത്രി വിളിച്ച് അവന്റെ ഉറക്കവും കളഞ്ഞല്ലോ, ഇതിനായിരുന്നെങ്കിൽ അവൻ ആദ്യം വിളിച്ചിടായിരുന്നോ, പിന്നെ ഇതിന് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയത് എന്നും പറഞ്ഞിട്ട് ആകെപ്പാടെ മനസ്സമാധാനം പോയ അവസ്ഥയിൽ നന്ദു നിൽക്കാണ് കേട്ടോ. ശരിക്കും നന്ദുവിന്റെ മനസ്സിലേക്ക് അനി കയറിക്കൂടിയിരിക്കുകയാണ്. പക്ഷെ അത് പ്രേമമാണോ എന്ന് നന്ദുവിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കേട്ടോ. മറ്റൊരാൾ വന്ന് കയറിയപ്പോഴാണ് ആ ഒരു പൊസസീവ്നെസ് നന്ദുവിന്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ പാവമാനി അനാമികയിലേക്ക് അല്ലെങ്കിൽ ചേരാൻ ഒരുങ്ങാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ റിവ്യൂസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.